ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ നഗറ്റ്സ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിക്കൻ നഗറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. आज हम चिकन नगट्स बनाने जा रहे हैं, दिखाएंगे कैसे है. ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ എടുക്കാം. पहले चिकन ले रहे 800 ഗ്രാം ചിക്കൻ है, 800 ഗ്രാം ചിക്കൻ ഉണ്ട്. അത് നമുക്കൊന്ന് മെറിനേറ്റ് ചെയ്യാൻ വെക്കാം. पहले മെറിനേറ്റ് करेंगे. നമ്മൾ 800 ग्राम बोनलेस चिकन ആണ് എടുത്തിരിക്കുന്നത്. 800 ग्राम बोनलेस चिकन लिया है. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. इसमें नमक डाल दें, 1 टीस्पून चिल्ली पाउडर. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 टीस्पून गोल मिर्ची का पाउडर. गरम मसाला പൊടി ഇടാം, 1 टीस्पून गरम मसाला का पाउडर. ഇത് സോയാ സോസ് ആണ്, 2 ടീസ്പൂൺ ഒഴിക്കുക. 2 टीस्पून सोया सॉस डाल दें. ഇത് നമുക്ക് മസാല ഇല്ലാതെയൊക്കെ ഉണ്ടാക്കാം. बिना मसाले से भी नमक डाल के बना सकता है, लेकिन थोड़ा स्पाइसी अच्छा लगता है, स्पाइस डाल के बनाता है. നമ്മൾ ഉപ്പ് മാത്രം ഇട്ടും ഇത് ഉണ്ടാക്കാം. പക്ഷെ നമ്മളുടെ ഒരു ടച്ച് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മസാലയൊക്കെ ഇട്ട് നമ്മുടെ കേരള ടച്ചിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അദ്രക് ലഹസൂൻ का പേസ്റ്റ്, ഹരി മിർച്ച്, നമുക്ക് പച്ചമുളക് നമുക്ക് അങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. टुकड़ा करके डालेंगे. थोड़ा കരിയാപ്പത്ത, നമുക്കൊരു ഇത്തിരി കരിയാപ്പലയും കൂടെ ഇട്ട് കൊടുക്കാം. अच्छा से मिक्स करके आधा घंटा रखना है. നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അരമണിക്കൂർ ഇത് വെക്കാം. आधा घंटा മെറിനേറ്റ് करने के लिए रखेंगे. നമുക്ക് അരമണിക്കൂർ മെറിനേറ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. നമുക്ക് 800 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 8 स्लाइस ब्रेडाണ് എടുത്തിരിക്കുന്നത്. 800 ग्राम चिकन के लिए हम लिया है 8 ब्रेड. अभी क्रम्स बनाने के लिए मिक्सी में डाल रहे. നമുക്കിത് പൊടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇട്ട് കൊടുക്കാം. നമുക്കിത് പൊടിച്ചുകൊണ്ട് വരാം. पाउडर करके आएंगे. നോക്കിക്കേ, ഞാൻ പകുതി പൊടിച്ചിട്ടുണ്ട്. ഹാഫ് പൗഡർ किया है. अभी इसमें डाल रहे സൂചി. ഇതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിറച്ചും കട്ട കെട്ടാതിരിക്കാനാണ് ഈ റവ ഇട്ട് കൊടുക്കുന്നത്. റവ ഇല്ലെങ്കിൽ നമുക്ക് മൈദ ഇട്ടാലും മതി. ब्रेड में 1 टेबल स्पून सूजी डाल के पीस करने जा रहे. നമ്മുടെ ബ്രെഡ് പൊടിച്ച് കഴിഞ്ഞു. ബ്രെഡ് പൗഡർ किया है वो निकाल के एक बर्तन में डाल रहे. ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം. ചിക്കൻ മെറിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂറായി. आधा घंटा हो गया चिकन मेरिनेट करके. अभी इसमें डाल के थोड़ा अच्छे से क्रश करके आएंगे. നല്ലതായിട്ട് ക്രഷ് ചെയ്തുകൊണ്ട് വരാൻ. നമുക്ക് നല്ലതായിട്ട് അരയ്ക്കേണ്ട, നല്ലതായിട്ട് ക്രഷ് ചെയ്യണം. अच्छे से क्रश करना है, अच्छे से पीसना नहीं. നമ്മുടെ നോക്കിക്കേ, ചിക്കൻ നല്ലതായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട്. अच्छे से क्रश करके आया है. മിക്സിയുടെ ജാറിലും ഇതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. मिक्सी का जार में भी ऐसे क्रश करने से आ जाएगा. നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ബ്രെഡാണ്, നമ്മൾ പൗഡർ करके रखा था वो ब्रेड भी इसमें डाल दे. ഇതും കൂടെ ഇട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ये भी डाल के थोड़ा क्रश करके आएंगे. നമ്മളെ ബ്രെഡും കൂടെ ഇട്ട് ചിക്കൻ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ब्रेड क्रम्स भी डाल के चिकन अच्छे से मिक्स किया है. अभी दूसरा बर्तन में डाल दे. നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. अच्छे से मिक्स करना है. നമ്മുടെ ചിക്കൻ നല്ലതായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. चिकन अच्छे से मिक्स करके रखा है. अभी हाथ में थोड़ा ग्रीस करना है. നമ്മുടെ കയ്യിലോട്ട് നല്ലതായിട്ട് നമുക്ക് എണ്ണ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ ബോൾ ഉണ്ടാക്കാം. छोटा छोटा बॉल बनाएंगे. ज़्यादा मोटा नहीं करना. ये ट्रे हम ग्रीस करके रखा है. ഞാൻ ഒരു ട്രേ നല്ലതായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനവന് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. നോക്കിയേ, ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. നമുക്കിതെല്ലാം ഇതിനകത്തോട്ട് ഓരോന്നോന്നായിട്ട് വെച്ച് കൊടുക്കാം. ചെറിയ ചെറിയ ബോൾ ഉണ്ടാക്കാം. छोटा छोटा बॉल बना के इसमें ऐसे रखेंगे. ऐसे ही सब बनाएंगे. നമുക്ക് ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ചിക്കൻ നഗറ്റ്സിൻ്റെ ഷേപ്പ് ചെയ്ത് നോക്കിയേ. നമുക്കിതൊന്ന് ഫ്രീസറിൽ വെക്കാം. നമ്മളിപ്പം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഷേപ്പ് കിട്ടണമെങ്കിൽ അതിൻ്റെ മോയ്സ്ചർ മുഴുവൻ നമുക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ ഇട്ടത്. सूजी डाला है, इसका मॉइस्चर पूरा खींचने के लिए है. अभी देखिए, शेक करने के टाइम स्टिकी नहीं होगा, पानी ज़्यादा नहीं होगा, शेप में मिलेगा. നമ്മൾ എടുക്കുമ്പോൾ
നമുക്ക് ഷേപ്പ് ചെയ്യാൻ എടുക്കുമ്പോൾ നല്ല ഷേപ്പ് കിട്ടണമെങ്കിൽ റവയും കൂടെ ഇട്ടാൽ മതി. നമുക്കിതൊന്ന് അരമണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ആധാ घंटा अभी फ्रीजर में रखेंगे. അരമണിക്കൂറായി നമ്മുടെ നഗറ്റ്സ് നമ്മൾ ഫ്രീസറിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഫ്രീസർ से अभी निकाल दिया है. ഇത് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. एक अंडा लिया है. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മുട്ടയ്ക്കകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം. अंडा में थोड़ा नमक डाल दो. गोल मिर्ची का पाउडर, കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. अच्छे से बीट करना है. थोड़ा दूध डाल रहे. നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പാൽ दूध और अंडा अच्छे से मिक्स करना है. നമുക്ക് നഗറ്റ്സ് ഓരോന്ന് മുട്ടയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. अंडा में नगेट्स डाल रहे. ब्रेड क्रम्स ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. पहले लिया वो चिकन में डाला था, भी दूसरा बनाया है ये ब्रेड क्रम्स. ഈ ബ്രെഡ് ക്രംസ് ഞാൻ വേറെ ഉണ്ടാക്കിയതാണ്. ആദ്യം ഉണ്ടാക്കിയത് നമ്മൾ ചിക്കനകത്ത് ഇട്ട് കഴിഞ്ഞു. അപ്പം പിന്നെ നമുക്ക് നഗറ്റ്സ് ഇങ്ങനെ മുട്ടയ്ക്കകത്തിട്ട് കൊടുക്കാം. അണ്ടാമേൻ ഡാൽക്കെ ബ്രെഡ് ക്രംസ് മേൻ ഡാലിട്ട് ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. ഐസി സബ് ലേരെ നമുക്കിത് ബ്രെഡ് ക്രംസിലോട്ട് റോൾ ചെയ്ത് മാറ്റി വെക്കാം. ബ്രെഡ് ക്രംസ് മേ റോൾ കർക്കെ ബനാएंगे. റോൾ ചെയ്തെടുക്കാം. റോൾ കർക്കെ रखेंगे. നമ്മുടെ നഗറ്റ്സ് എല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നഗറ്റ്സ് പൂര ഷേപ്പ് करके रखा है. अपना मर्जी का जैसा शेप कर सकता है. നമ്മുടെ ഇഷ്ടമുള്ളതുപോലെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. तेल गरम हो गया. मीडियम फ्लेम में डाल के ये बनाना है. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാൻ. എന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ നഗറ്റ്സിന് ചിക്കൻ മുഴുവനും പച്ചയാണ്. കച്ച चिकन है इसलिए मीडियम फ्लेम में डाल के ही बनाना है. ഫുൾ ഫ്ലെയിം में डालने से अंदर पकेगा नहीं. നമ്മുടെ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടാകും, വേഗത്തില്ല. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. നമുക്ക് ഇട്ട് കൊടുക്കാം. അभी डालेंगे. നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം. सब डालेंगे. നമ്മുടെ നഗറ്റ്സ് ഒരു സൈഡ് ആയി കഴിഞ്ഞു. एक साइड हो गया, पलटी करेंगे. നമുക്ക് ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ നഗറ്റ്സ് റെഡി ആയി കഴിഞ്ഞു. हम लोग का चिकन नगेट्स रेडी हो गया. निकाल लेंगे. നമ്മുടെ ചിക്കൻ നഗറ്റ്സ് എടുക്കാം. ബാക്കി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി भी था वो भी डालेंगे. बाकी नगेट्स കൂടെ ഇട്ട് കൊടുക്കാം. बाकी नगेट्स भी डालेंगे. നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. बनाने से के टाइम थोड़ा ज़्यादा बनाया है. कैसे സ്റ്റോർ करने का दिखाएंगे. നമുക്ക് ഇതെങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് നോക്കാം. ഒരു टिफिन बॉक्स എടുത്തിട്ടുണ്ട്. അതിനകത്ത് താഴെ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. टिफिन बॉक्स लिया है, इसका नीचे बटर पेपर डाला है, इसका ऊपर में ये सब रखेंगे. നമുക്കിതെല്ലാം ഇതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കാം. ഒരു ലെയർ വെച്ച് കഴിഞ്ഞ് ഇതിൻ്റെ മേളിലോട്ട് ഒരു പീസ് ബട്ടർ പേപ്പറും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. और एक पीस बटर पेपर भी रखेंगे. इसका ऊपर में दूसरा पीस सब रखेंगे. ऐसे हम लोग बंद करके फ्रीजर में रख दीजिए. നമുക്ക് ഇങ്ങനെ അടച്ച എയർ ടൈറ്റ് ആയിട്ടുള്ള टिफिन बॉक्सिൽ വെച്ച് നമുക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഉണ്ടാക്കിയെടുക്കാം. गेस्ट आने से भी बच्चा लोग को कब चाहिए उसी टाइम बनाएंगे. 2 हफ्ता के लिए बिल्कुल खराब नहीं होगा. നമ്മൾ 2 ആഴ്ചത്തേക്ക് ഒട്ടും ചീത്തയാകില്ല. നമുക്കിത് ഫ്രീസറിൽ വെക്കാം. अभी ये फ्रीजर में रखेंगे. രണ്ടാമത് വെച്ചത് നമുക്ക് എടുക്കാം. दोबारा डाला था वो भी हो गया. निकाल देंगे. നമുക്ക് എടുക്കാം. നമ്മുടെ നഗറ്റ്സ് റെഡി ആയി കഴിഞ്ഞു. നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല ജ്യൂസിയാണ്, നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നമുക്ക് വെക്കേഷൻ്റെ സമയത്ത് പിള്ളേർക്കെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിള്ളേർക്കെല്ലാം വലിയവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ്. घर में सब लोग थोड़ा ट्राई करके देखिएगा. घर में बच्चा लोग और बड़ा लोग सबको बहुत पसंद हो जाएगा. क्रिस्पी है, जूसी भी है. सब लोग थोड़ा ट्राई करके देखिएगा. प्लीज़ लाइक, शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.